രാവിലെ അഴിച്ചു കെട്ടാൻ പോകുന്ന പോക്കാണ് ഇയാളെ. എന്നും എൻ്റെ മോനാണ് അഴിച്ചു കെട്ടുന്നത്. ഇന്ന് താമസിച്ചു പോയി. അങ്ങനെ അയാളെ അഴിച്ചു കെട്ടിയിട്ട് അയാൾ അതുവഴി അങ്ങ് സ്കൂളിലോട്ട് പോവാണ് കേട്ടോ. എവിടെയാണ് ഇയാളെ അഴിച്ചു കെട്ടുന്നത്. ഒരുപാട് കക്ഷികളൊക്കെ കൂട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് തോലിന് പോവാണ് കേട്ടോ. ഇതാണ് ചാത്തമ്പാറ, ഞങ്ങളുടെ നാട്ടിൽ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഒരു കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് എന്നൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ തോലൊക്കെയായി, ആടുണ്ട് പോത്തുണ്ട്, തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ജോലികളൊക്കെയായി, ജ്യൂസടിയായി. മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു, മുന്തിരി ജ്യൂസ് അടിച്ചു. കൂട്ടത്തിൽ ഈ കക്ഷിക്ക്, എൻ്റെ മോനിക്ക് നോമ്പ് തുറക്കാൻ സ്നാക്സ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് താനേ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നാണെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ പച്ചരിയൊക്കെ ആട്ടി വെച്ചു. രാത്രിത്തേക്ക് ചപ്പാത്തിയും മീൻകറിയും. അങ്ങനെ രാത്രി ചപ്പാത്തിയും മീൻകറിയും ഒക്കെ ആക്കി. അന്നേരം അയാൾ കൊണ്ടുവരുന്നു ഒരു ബിരിയാണി. അത് പള്ളിയിൽ നിന്ന് കിട്ടിയത്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അത് അവർ രണ്ടും കഴിച്ചു.